എനിക്കൊരു ഡിവൈൻ പ്രസൻസ് എൻ്റെ ലൈഫിൽ ഫീൽ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വളരുന്ന പ്രായത്തിൽ ഒരു ഒരു എന്താ പറയുക, നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ എൻ്റെ ലൈഫ് ചുമ്മാ അജിനെടുത്ത് നോക്കിയാൽ മതി, ഒരുപാട് മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. പല സമയത്തും എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കപ്പാസിറ്റിക്കും അപ്പുറത്തുള്ള ചില സക്സസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ ഒരാളിങ്ങനെ മുകളിൽ നിന്നിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ നമ്മളിങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്ന പോലെ, ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ ഫീൽ ചെയ്യും. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വീണ്ടും ഇത് എന്തോ ഒരു ഡിവൈൻ പ്രസൻസ് നമ്മുടെ മുകളിലുണ്ട് എന്നുള്ളത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടാണ് ഞാനത് തിരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് വന്നത്. ഇന്ന് ദൈവം എന്നല്ല, എന്തോ ഒരു കൺട്രോൾ മുകളിൽ നിന്ന് ഉണ്ട്. ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്നു. ശ്രീനി സാർ ഇപ്പോൾ പല കാര്യങ്ങളും ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ മീൻസ് ഉപദേശമാണെങ്കിൽ കൂടെ വേറെ പാറ്റേണിലായിരിക്കും പുള്ളി പറയാം. മേ ബി ഒരു ഉപമ ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് കടയിൽ കയറി ചിലപ്പോൾ ആദ്യം കാണുന്ന ഡ്രസ്സ് നിനക്ക് എടുക്കാം, പക്ഷെ അതിനേക്കാളും നല്ലത് നീ ചുറ്റിനും പോയിട്ട് നിനക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാം. അങ്ങനത്തെ ഭയങ്കര ഉപമകളൊക്കെ പറഞ്ഞായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദൈവം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആക്ച്വലി പുള്ളി ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ഇല്ല, നമ്മുടെ രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ അച്ഛൻ ദൈവവിശ്വാസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, മറ്റേ അച്ഛൻ സ്ഥിരം പറയുന്ന ഒരു ഉത്തരം ഉണ്ടല്ലോ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് അഥവാ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ആനുകൂല്യമൊന്നും എനിക്ക് ഇല്ലാണ്ടായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വഴുതി മാറിക്കളയും. പക്ഷെ ബേസിക്കലി വിശ്വാസമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്, അതിനെ എതിർക്കൂല. അമ്മ ഇപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിന്നും വരും. വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്ത് പോവാണ്ടിരിക്കൂല. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് മറ്റേ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് അച്ഛന് വലിയ വിശ്വാസമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ അതാണ് സമ്പ്രദായം എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എന്നാ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. ധ്യാൻ്റെ കല്യാണം ആയപ്പോഴേക്കും അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ധ്യാൻ്റെ കല്യാണത്തിന് ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൽവിൽ ഒരു പാട്ട് പാടി ധ്യാനും മറ്റേ അങ്ങോട്ടൊരു രക്തഹാരം ഇങ്ങോട്ടൊരു രക്തഹാരം എന്ന് പറഞ്ഞ പോലെയാണ് അവൻ്റെ കല്യാണം നടന്നത്. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാവർക്കും സ്വന്തം രീതിയിൽ ചിന്തിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. എനിക്ക് ദൈവം ഉണ്ടെന്നുള്ളത്, എനിക്ക് ആ പ്രസൻസ് എഴുതുന്ന സമയത്തൊക്കെ മാജിക്കലായിട്ട് ചില സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും, നമ്മൾ ചിന്തിക്കാത്ത സാധനമൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? ഇത് നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുനിന്ന് എന്തോ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെയാണ് ആ വിശ്വാസം വന്നത്. അങ്ങനത്തെ ഒരു അപ്പോൾ അതെ. ഇപ്പം മലർവാടി ഇപ്പോൾ മലർവാടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ചെയ്യുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറാണ് മലയാളത്തിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് അത് ചെയ്യുമ്പോഴത്തേക്കും ഒരു നമുക്ക് പുള്ളിയുടെ ഒരു അങ്ങനത്തെ ഒരു പുതുമുഖ ഡയറക്ടറിൽ ഇപ്പോൾ ഗ്രാൻഡ് പ്രൊഡക്ഷൻ അതുവരെ ചെയ്ത എല്ലാ മൂവിയും സക്സസ് ആണ്. അപ്പോൾ ആ ഒരു ധൈര്യം എവിടുന്നാന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദിലീപേട്ടനോട്? ദിലീപേട്ടൻ അത് ആ ടൈമിൽ ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ അതൊരു കടൽ പോലെയുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ ഫുള്ള് കേട്ടിട്ട് ദിലീപേട്ടൻ പറഞ്ഞു, ഇതിനകത്തൊരു നല്ല സിനിമ ഉണ്ടാവാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അന്ന് എൻ്റെ അടുത്ത്. പക്ഷേ ഇത് റീറൈറ്റ് ചെയ്തിട്ട് വിനീത് ഇത് കുറേ ഉണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 മീറ്റിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് 2009 നവംബറിൽ ദിലീപേട്ടൻ ലാസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് കേൾക്കാൻ വന്നപ്പോൾ പുള്ളി ഒരുപാട് സീനുകൾ എൻജോയ് ചെയ്തു. കുറേ ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇനി മെല്ലെ പരിപാടി തുടങ്ങിക്കോ വിനീത് എന്ന് പറഞ്ഞിട്ട്. ആ 2009 നവംബറിലാണ് മലർവാടി ഓണായത്. ചോദിച്ചിരുന്നു അത് ഈ സക്സസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഈ ചോദ്യം ചോദിച്ചു, എങ്ങനെയാ ദിലീപേട്ട ധൈര്യം വന്നെന്ന് ചോദിച്ചു? ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, നൈസ്. ഇപ്പോൾ തങ്കം റിലീസിന് എത്തുകയാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസിന് വരുന്നൊരു സമയമാണ് ജനുവരി. ഇറ്റ്സ് കിക്ക് സ്റ്റാർട്ട് ദ ഫിലിം ഇൻഡസ്ട്രി ആക്ച്വലി ഈ ജനുവരി എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഒരു ജനുവരി ഇതിനു മുമ്പ് ലക്ക് കൊണ്ടുവന്ന ജനുവരികളുണ്ട് ഈ ശ്രീനിവാസൻ്റെ കരിയറിൽ. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഇപ്പോൾ ബിഫോർ വി കൺക്ലൂഡ്, ധ്യാൻ ചേട്ടൻ്റെ സിനിമകൾ ഒരു അപ്കമിങ് സിനിമ അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ്റെ, ഇപ്പോൾ നമ്മുടെ അജ് ചേട്ടനും ഷാൻ്റെ ഒക്കെ ഒരു പ്രൊഡക്ഷനിലൊരു സിനിമകൾ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റഡ് ആണോ ഈ ഫ്രണ്ട് സർക്കിളിൽ വരുന്ന സിനിമകളെ കുറിച്ച് കഥകളും? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. ധ്യാൻ്റെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ വലിയ പിടുത്തമില്ല. നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ പിള്ളേരുടെ കാര്യമൊക്കെ സംസാരിക്കുന്നില്ലാണ്ട് സിനിമയുടെ കാര്യം അധികം വർത്താനം. മോള് ഒന്ന് ഉപദേശം എന്ന് പറഞ്ഞു വിനീതേട്ടൻ്റെ മോനിങ്ങനെ തല്ലു പിടിക്കണതിൻ്റെ ഇടയിലൊക്കെ.
ധ്യാൻ്റെ മോളും എൻ്റെ മോളും ഭയങ്കര കൂട്ടാണ്. ആ അവര് തമ്മിൽ ഭയങ്കര റാപ്പ് കമ്പനിയാണ്. അതെ. അപ്പോൾ താങ്ക് യു വിനീതേട്ടാ ഫോർ ദ ടൈം ബീങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ തങ്കം. താങ്ക് യു സോ മച്ച്.